ചിലപ്പോൾ നമ്മൾ അത്ര ശ്രദ്ധിക്കാത്ത ചെറിയ സാധനങ്ങൾക്ക് വലിയ വലിയ കഥകൾ പറയാനുണ്ടാകും അല്ലേ? ഒരു സാധാരണ നാണയം നമ്മൾ പോക്കറ്റിലിട്ട് ചിലപ്പോൾ മറന്നുപോകുന്ന ഒന്ന്. പക്ഷെ ചില നാണയങ്ങൾ അങ്ങനെയല്ല. അവ സമുദ്രങ്ങൾ താണ്ടി സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്ത് സംസ്കാരങ്ങളെ കൂട്ടിയിണക്കിയതിന്റെയൊക്കെ കഥ പറയും. ഇന്ന് നമ്മൾ അങ്ങനെ ഒരു നാണയത്തിന്റെ പിന്നാലെ ഒരു യാത്ര പോവുകയാണ്, അതിന്റെ രഹസ്യം കണ്ടെത്താൻ. ദേ, ഇതാണ് നമ്മുടെ കഥാനായകൻ. കണ്ടില്ലേ? ഇന്ത്യയുടെ മലബാർ തീരത്ത് നിന്ന് കിട്ടിയ ഒരു ചെറിയ സ്വർണ്ണ നാണയം. ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഇത് നമ്മുടെ കേരളത്തിന്റെ സ്വന്തം നാണയമാണെന്നേ തോന്നൂ. പക്ഷേ അതാണ് ട്വിസ്റ്റ്. ഇതിന്റെ കഥ തുടങ്ങുന്നത് ഇവിടെ നിന്നല്ല, ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെ യൂറോപ്പിലാണ്. അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം വരും അല്ലേ? എങ്ങനെയാണ് ഒരു ഡച്ച് നാണയം അല്ലെങ്കിൽ ഡച്ച് സ്വാധീനമുള്ള ഒരു നാണയം ഇന്ത്യയുടെ ഈ തെക്കേ അറ്റത്ത് നമ്മുടെ മലബാർ തീരത്ത് എത്തുന്നത്? വെറുതെ കാട്ടിൽ പറന്നു വന്നതൊന്നുമല്ല. ഇതിന് പിന്നിൽ ലാഭത്തിന്റെയും അധികാരത്തിന്റെയും ഒരു വലിയ ആഗോള പോരാട്ടത്തിന്റെയും കഥയുണ്ട്. അപ്പോൾ നമുക്ക് ആ കഥയുടെ ചുരുളഴിച്ചു തുടങ്ങിയാലോ? ഈ നാണയത്തിന്റെ യാത്ര മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ അറിയേണ്ടത് ഇതിനെ ഇവിടം വരെ എത്തിച്ചവരെക്കുറിച്ചാണ്. അതൊരു രാജാവോ ഒരു വലിയ സാമ്രാജ്യമോ ഒന്നുമല്ലായിരുന്നു. മറിച്ച് ചരിത്രം കണ്ട ഏറ്റവും വലിയ, ലോകത്തിലെ ആദ്യത്തെ മെഗാ കോർപ്പറേഷൻ ആയിരുന്നു അത്. നമുക്ക് കുറച്ച് പുറകോട്ട് പോകാം, 1602ലേക്ക്. അന്നാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അല്ലെങ്കിൽ നമ്മൾ ചുരുക്കി പറയുന്ന VOC രൂപീകരിക്കുന്നത്. അവർക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: ഏഷ്യയിലെ സുഗന്ധവ്യഞ്ജന വ്യാപാരം, പ്രത്യേകിച്ച് ഇന്ത്യയിലേത്. അന്ന് സ്വർണത്തേക്കാൾ വിലയുണ്ടായിരുന്ന ഒന്നായിരുന്നു അത്. അതിന്റെ പൂർണ്ണ നിയന്ത്രണം പിടിച്ചെടുക്കുക, അതായിരുന്നു അവരുടെ പ്ലാൻ. അന്നത്തെ ഒരു ഡച്ച് കവി എഴുതിയതാണ്: ലാഭം നമ്മെ എങ്ങോട്ട് കൊണ്ടുപോകുന്നോ അവിടേക്ക് നമ്മൾ പോകും, ലോകത്തെ ഏത് തുറമുഖത്തും നമ്മളെത്തും. ഇത് വെറും ഒരു കവി ഭാവനയല്ല, ഇത് VOCയുടെ മോട്ടോ ആയിരുന്നു, അവരുടെ പോളിസിയായിരുന്നു, ലാഭം. അതിനുവേണ്ടി അവർ ലോകത്തിന്റെ ഏതറ്റം വരെയും പോകാൻ തയ്യാറായിരുന്നു. 50,000! ആലോചിച്ചു നോക്കൂ. ഇന്നത്തെ കാലത്ത് ഒരു വലിയ കമ്പനിക്ക് 50,000 ജീവനക്കാരെന്നൊക്കെ പറയുന്നത് സാധാരണമായിരിക്കും. പക്ഷെ നമ്മൾ സംസാരിക്കുന്നത് 1600കളെക്കുറിച്ചാണ്. ഒരു പ്രൈവറ്റ് കമ്പനിക്ക് ഇത്രയധികം ജീവനക്കാർ, അത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു. സത്യം പറഞ്ഞാല് അന്നത്തെ പല രാജ്യങ്ങളുടെ സൈന്യത്തെക്കാൾ വലുതായിരുന്നു VOCയിലെ ആളുകളുടെ എണ്ണം. അതായിരുന്നു അവരുടെ പവർ. അതുകൊണ്ട് തന്നെ ഇതൊരു സാധാരണ ട്രേഡിംഗ് കമ്പനി ആയിരുന്നില്ല. സ്വന്തമായിട്ട് യുദ്ധം ചെയ്യാം, മറ്റ് രാജ്യങ്ങളുമായി സന്ധിസംഭാഷണം നടത്താം, പുതിയ കോളനികൾ സ്ഥാപിക്കാം. എന്തിന്? കുറ്റവാളികളെ വിചാരണ ചെയ്ത് ശിക്ഷിക്കാൻ വരെ അവർക്ക് അധികാരമുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു രാജ്യത്തിനുള്ളിലെ മറ്റൊരു രാജ്യം പോലെ. ഈ അധികാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു സ്വന്തമായി നാണയങ്ങൾ അടിച്ചിറക്കാനുള്ള അവകാശം. ആ അധികാരത്തിൽ നിന്നാണ് നമ്മുടെ ഈ കഥയിലെ നാണയമുണ്ടാകുന്നത്. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, എന്തിനാണ് ഒരു കമ്പനിക്ക് ഇത്രയധികം പവർ? ഉത്തരം വളരെ സിമ്പിളാണ്: സുഗന്ധവ്യഞ്ജനങ്ങൾ. യൂറോപ്പിൽ അന്ന് സ്വർണത്തോളം വിലയുണ്ടായിരുന്ന കുരുമുളകും ഏലവും ഗ്രാമ്പുവുമൊക്കെ, അതിനുവേണ്ടിയുള്ളൊരു യുദ്ധം തന്നെയായിരുന്നു അത്. ഈ യുദ്ധത്തിന്റെ പ്രധാന ബാറ്റിൽ ഗ്രൗണ്ട് എവിടെയായിരുന്നുവെന്നറിയോ? നമ്മുടെ സ്വന്തം മലബാർ തീരം, കറുത്ത പൊന്നെന്ന് വിളിക്കുന്ന കുരുമുളകിന്റെ നാട്. പക്ഷേ ഡച്ചുകാരിവിടെ എത്തുമ്പോൾ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഇവിടെ ഓൾറെഡി ഒരു യൂറോപ്യൻ ശക്തിയുണ്ട്, പോർച്ചുഗീസുകാർ. അപ്പൊ പിന്നെ അവരെ ഇവിടുന്ന് ഓടിക്കാതെ VOCക്ക് തങ്ങളുടെ കച്ചവടം തുടങ്ങാൻ പറ്റില്ലല്ലോ. ഇവിടെയാണ് കളി ശരിക്കും മാറുന്നത്. പോർച്ചുഗീസുകാർക്ക് കൊച്ചി രാജാവിന്റെ സപ്പോർട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡച്ചുകാർ എന്തു ചെയ്തു? അവർ നേരെ കൊച്ചിയുടെ ശത്രുവായ കോഴിക്കോട്ടെ സാമൂതിരിയുമായി ഒരു ഡീലുണ്ടാക്കി. അപ്പോൾ സംഭവം എന്തായി? ഇത് വെറും ഡച്ചുകാരും പോർച്ചുഗീസുകാരും തമ്മിലുള്ള ഒരു യുദ്ധമല്ലാതായി മാറി, നമ്മുടെ നാട്ടിലെ രാജ്യങ്ങൾ തമ്മിലുള്ള അധികാര മത്സരത്തിന്റെയും കൂടി ഭാഗമായി. പിന്നെ നടന്നത് വളരെ പെട്ടെന്നായിരുന്നു, ഒരു മിന്നലാക്രമണം പോലെ. 1658 തുടങ്ങിയ യുദ്ധം വെറും 5 വർഷം കൊണ്ട് 1663 കൊച്ചി പിടിച്ചടക്കിയതോടെ അവസാനിച്ചു. മലബാർ തീരത്തുനിന്ന് പോർച്ചുഗീസുകാരുടെ പതാക താഴ്ന്നു, പകരം അവിടെ VOCയുടെ പതാക ഉയർന്നു. അങ്ങനെ ഡച്ചുകാർ മലബാറിന്റെ കൺട്രോൾ ഏറ്റെടുത്തു. പക്ഷെ അവർ കാലുകുത്തിയത് ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്കൊന്നും അല്ലായിരുന്നു. നൂറ്റാണ്ടുകളായി ലോകത്തിന്റെ പല ഭാഗങ്ങളുമായി കച്ചവടം നടത്തിയിരുന്ന, ഒരുപാട് തരം നാണയങ്ങൾ കൈമാറ്റം ചെയ്തിരുന്ന വളരെ സങ്കീർണമായൊരു ഇക്കോണമിയിലേക്കാണ് അവർ വന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ യൂറോപ്യന്മാർ വരുന്നതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ നമ്മുടെ കേരളം ഒരു ഗ്ലോബൽ ട്രേഡ് ഹബ്ബായിരുന്നു. റോമൻ നാണയങ്ങൾ, അറബിക് ദിനാറുകൾ, ചൈനീസ് കാശുകൾ, അതൊക്കെ ഇവിടെ സാധാരണമായിരുന്നു. അപ്പോൾ ലോകത്തിന്റെ ഫിനാൻഷ്യൽ മാപ്പിൽ എപ്പോഴും ഒരു പ്രധാനപ്പെട്ട സ്ഥലമായിരുന്നു നമ്മുടെ തീരങ്ങൾ. ഇനി നമ്മുടെ നാട്ടിലെ ഭരണാധികാരികളുടെ കാര്യമെടുത്താലോ? അവരും ഒട്ടും മോശമായിരുന്നില്ല. കോഴിക്കോട്ടെ സാമൂതിരിയുടെ വീരരായൻ പണം,
തിരുവിതാംകൂറിലെ അനന്തരായൻ പണം, അങ്ങനെ ഒരുപാട് വെറൈറ്റി നാണയങ്ങൾ ഇവിടെയുണ്ടായിരുന്നു. ഓരോന്നിനും അതിൻ്റേതായ ഡിസൈനും ഭംഗിയും പിന്നെ ഒരു കഥയും പറയാനുണ്ടായിരുന്നു. അപ്പോ ഇത്രയും പലതരം നാണയങ്ങൾ എങ്ങനെയായിരിക്കും അവർ മാനേജ് ചെയ്തിട്ടുണ്ടാവുക? അതിനൊരു സൂത്രമുണ്ടായിരുന്നു. രാശി പലക എന്നു പറയും. ആയിരക്കണക്കിന് ചെറിയ നാണയങ്ങൾ വരെ വളരെ എളുപ്പത്തിൽ എണ്ണിയെടുക്കാൻ പറ്റുന്ന ഒരു ബോർഡ്. ആ ഒരു ഉപകരണം മാത്രം മതി ഇവിടത്തെ ഇക്കോണമി എത്രത്തോളം ആക്റ്റീവായിരുന്നു എന്ന് മനസ്സിലാക്കാൻ. ഇങ്ങനെ ഒരു കോംപ്ലക്സ് സിസ്റ്റത്തിലേക്കാണ് VOC അവരുടെ സ്വന്തം നാണയങ്ങളുമായി വരുന്നത്. അവരെന്ത് ചെയ്തു? ചിലപ്പോൾ ഡച്ചുകാരുടെ സ്വന്തം നാണയങ്ങൾ ഇവിടെ ഉപയോഗിച്ചു, ചിലപ്പോൾ ഇവിടത്തെ നാണയങ്ങളുടെ അതേ ഡിസൈനിൽ അവരുടെ ചിഹ്നം കൂടി ചേർത്തുകൊണ്ട് പുതിയ നാണയങ്ങൾ അടിച്ചിറക്കി. അങ്ങനെ ഡച്ച് ടെക്നോളജിയും ഇന്ത്യൻ ഡിസൈനും ഒരുമിച്ചപ്പോൾ ഒരു പുതിയ തരം നാണയമുണ്ടായി, ഇന്തോ ഡച്ച് നാണയങ്ങൾ. നമ്മുടെ കഥയുടെ തുടക്കത്തിൽ കണ്ട നാണയം അത് അങ്ങനെയൊന്നാണ്. അപ്പോ നോക്കൂ, ലോകം ഭരിച്ചൊരു കോർപ്പറേഷൻ, കുരുമുളകിനു വേണ്ടിയുള്ളൊരു വലിയ യുദ്ധം, കേരളത്തിന്റെ സ്വന്തം നാണയചരിത്രം, ഇതെല്ലാം കൂടി ചേർന്നാണ് ആ ഒരൊറ്റ ചെറിയ നാണയമുണ്ടാകുന്നത്. അതാണ് അതിന്റെ ലെഗസി. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ആ ഒരു കുഞ്ഞ് ലോഹക്കഷ്ണത്തില് എന്തൊക്കെ കാര്യങ്ങളാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന്. ലോകത്തിലെ ആദ്യത്തെ മൾട്ടിനാഷണൽ കമ്പനിയുടെ ശക്തി, ഒരു ഗ്ലോബൽ ട്രേഡിനു വേണ്ടിയുള്ള യുദ്ധങ്ങൾ, യൂറോപ്യൻ കോളനിവൽക്കരണവും നമ്മുടെ പുരാതനമായ സമ്പദ്വ്യവസ്ഥയും തമ്മിൽ കൂടിച്ചേർന്നത്. ഇങ്ങനെ നമ്മൾ സാധാരണമായി കാണുന്ന വസ്തുക്കൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ അസാധാരണമായ കഥകളാണ് ശരിക്കും ചരിത്രത്തെ ഇത്രയധികം ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. അപ്പോ അടുത്ത തവണ നിങ്ങളുടെ കയ്യിലൊരു നാണയം കിട്ടുമ്പോ ഒന്ന് ആലോചിച്ചു നോക്കൂ. നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇത് ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിയാൽ അത് നമ്മുടെ ഈ കാലത്തെക്കുറിച്ച്, നമ്മുടെ ലോകത്തെക്കുറിച്ച് എന്ത് കഥയായിരിക്കും പറയുക, അല്ലേ? ചിലപ്പോ ഏറ്റവും വലിയ ചരിത്ര പുസ്തകങ്ങൾ നമ്മുടെ പോക്കറ്റിൽ തന്നെ ഉണ്ടാവും.